ഹായ്. കേരള PSC നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. തുടങ്ങാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം ഭരണഘടന. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഏത് ശുപാർശ പ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ 1946. 1946 ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെറ്റ്വിക് ലോറൻസ് ചെയർമാനായിരുന്നു. സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെറ്റ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവനയാണ്? റോബർട്ട് വാൾപോൾ. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവനയാണ്? റോബർട്ട് വാൾപോൾ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ B. നാഗേന്ദ്ര റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ B. നാഗേന്ദ്ര റാവു. ഭരണഘടനാ രൂപീകരണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ രൂപീകരണ സമിതി അഥവാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ അംബേദ്കർ ദിനം ഡിസംബർ 6. ഡോക്ടർ അംബേദ്കർ ദിനം ഡിസംബർ 6. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുക്കാനുള്ള കാരണം 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതിൻ്റെ സ്മരണയ്ക്ക്.
ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? 1930 ജനുവരി 26 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണക്രമം എന്ന് ജനാധിപത്യത്തെ നിർവചിച്ചതാര്? എബ്രഹാം ലിങ്കൺ. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണക്രമം എന്ന് ജനാധിപത്യത്തെ നിർവചിച്ചത് എബ്രഹാം ലിങ്കൺ. ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നതെന്തിന്? വ്യക്തികളുടെ അവകാശങ്ങൾക്ക്. ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നത് വ്യക്തികളുടെ അവകാശങ്ങൾക്ക്. സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിൻ്റെ മുന്നിൽ തുല്യ പരിഗണന നൽകുക എന്നതാണ് നിയമവാഴ്ച. സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിൻ്റെ മുന്നിൽ തുല്യ പരിഗണന നൽകുക എന്നതാണ് നിയമവാഴ്ച. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം പരമാധികാരം ആരുടെ കൈകളിലാണ്? ജനങ്ങളുടെ കൈകളിൽ. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം പരമാധികാരം ആരുടെ കൈകളിലാണ്? ജനങ്ങളുടെ കൈകളിൽ. 2002 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ വെങ്കിട ചെല്ലയ്യ. 2002 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ വെങ്കിട ചെല്ലയ്യ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏതു ഭാഗത്തെയാണ്? ആമുഖത്തെ. ഭരണഘടനയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണഘടനയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർത്ത പദങ്ങൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, അഭിവാജ്യത. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർത്ത പദങ്ങൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, അഭിവാജ്യത. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം 72 ദിവസത്തിലാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം 72 ദിവസത്തിലാണ് പൂർത്തിയാക്കിയത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ പട്ടേൽ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ജസ്റ്റിസ് എസ് കെ ധർ. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ജസ്റ്റിസ് എസ് കെ ധർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന പാർട്ടി ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന പാർട്ടി ലേബർ പാർട്ടി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ആസ്പദമായ മാനദണ്ഡമാണ് ഭാഷ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ആസ്പദമായ മാനദണ്ഡമാണ് ഭാഷ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനം.
1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. 1956 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമായത് ഫസൽ അലി കമ്മീഷൻ. 1956 ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമായത് ഫസൽ അലി കമ്മീഷൻ. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടന നിലവിൽ വന്നത് 1956 നവംബർ 1. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏകപൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏകപൗരത്വം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേൽ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലിക അവകാശങ്ങളെ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? 6. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? 6. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മൗലിക അവകാശം ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലികാവകാശം ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചിട്ട് ഡോക്ടർ BR അംബേദ്കർ. ഭരണാധിപൻ ഒരു പൗരൻ്റെ സ്വതന്ത്രമായ ചലനങ്ങളെ നിഷേധിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം. ഭരണാധിപൻ ഒരു പൗരൻ്റെ സ്വതന്ത്രമായ ചലനങ്ങളെ നിഷേധിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ജീവിക്കുവാനുള്ള അവകാശം. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ജീവിക്കുവാനുള്ള അവകാശം. വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ആർട്ടിക്കിളിലൂടെയാണ്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ആർട്ടിക്കിളിലൂടെയാണ്? ആർട്ടിക്കിൾ 21A. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രം. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രം. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര സമയത്തിനുള്ളിലാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? 24 മണിക്കൂറിനുള്ളിൽ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര സമയത്തിനുള്ളിലാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? 24 മണിക്കൂർ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനും ഉള്ള അവകാശം ഏത് അവകാശത്തിൽപ്പെടുന്നു? നിയമാവകാശം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും ഉള്ള അവകാശം ഏത് അവകാശത്തിൽപ്പെടുന്നു? നിയമാവകാശം. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തുകളഞ്ഞ മൗലികാവകാശം ഏതാണ്? സ്വത്തവകാശം. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തുകളഞ്ഞ മൗലികാവകാശം സ്വത്തവകാശം. വോട്ട് ചെയ്യാനുള്ള അവകാശം ഏതിൽപ്പെടുന്നു? നിയമാവകാശം. വോട്ട് ചെയ്യാനുള്ള അവകാശം ഏതിൽപ്പെടുന്നു? നിയമാവകാശം. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത്. മൗലിക അവകാശങ്ങളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് നൽകുന്നത് സുപ്രീം കോടതി.
മൗലിക അവകാശങ്ങളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് നൽകുന്നത് സുപ്രീം കോടതി. ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലികാവകാശങ്ങളുടെ ലംഘനം എന്ന കാരണത്താൽ കോടതിയിൽ ചോദ്യം ചെയ്യാനാവാത്തത്? 9-ാം പട്ടിക. ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലികാവകാശങ്ങളുടെ ലംഘനം എന്ന കാരണത്താൽ കോടതിയിൽ ചോദ്യം ചെയ്യാനാവാത്തത്? 9-ാം പട്ടിക. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് അധികാരം ഉള്ളത് ഏതൊക്കെ കോടതികൾക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും. റിട്ട് അധികാരം ഉള്ളത് ഏതൊക്കെ കോടതികൾക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. നിയമവിരുദ്ധമായി തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം ഏതാണ്? മാൻഡമസ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം മാൻഡമസ്. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് കോ വാറന്റോ. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏതാണ്? കോ വാറന്റോ. ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശ തത്വങ്ങൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തണമെന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? നിർദ്ദേശക തത്വങ്ങൾ. ഗോവധം നിരോധിക്കണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 4A. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 4A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 51A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 51A. ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണെന്ന് നോക്കാം. റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ, ആമുഖം എന്നിവ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ, ആമുഖം എന്നിവ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. കൺകറൻറ്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന്. ഉപരാഷ്ട്രപതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USA. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനി. ഫെഡറൽ സംവിധാനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡ. പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42 ഭേദഗതി 42 1976.
മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് ഏതു ഭേദഗതി അനുസരിച്ചാണ്? ഭേദഗതി 42 പ്രകാരം 1976. ദേശീയ പതാകയെ ആദരിക്കുക എന്നത് ഒരു മൗലിക ചുമതലയാണ്. ദേശീയ പതാകയെ ആദരിക്കുക എന്നത് ഒരു മൗലിക ചുമതലയാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയായത്? 51(a)(g). ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയായത്? 51(a)(g). ഇന്ത്യയിലെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ സുപ്രീം കമാൻഡർ രാഷ്ട്രപതി. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ സുപ്രീം കമാൻഡർ രാഷ്ട്രപതി. പാർലമെൻറ്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്. പാർലമെൻറ്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങിയ ഇലക്ടറൽ കോളേജ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങിയ ഇലക്ടറൽ കോളേജ്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്നതിന് എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? 35 വയസ്സ്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്നതിന് എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? 35 വയസ്സ്. ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാം? പരിധിയില്ല. ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആകാം? പരിധിയില്ല. അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്ത് പരമാവധി എത്ര വർഷം തുടരാം? 10 വർഷം. അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്ത് പരമാവധി എത്ര വർഷം തുടരാം? 10 വർഷം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ലോകസഭ പിരിച്ചുവിടുന്നത് ആരുടെ ഉപദേശപ്രകാരമാണ്? പ്രധാനമന്ത്രി. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി ആരാണ്? KR നാരായണൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി ആരാണ്? KR നാരായണൻ. ഇന്ത്യൻ പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്ക്. ഇന്ത്യൻ പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടി ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടി ഇംപീച്ച്മെൻറ്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 പ്രാവശ്യം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തുടർച്ചയായി 2 തവണ ഇന്ത്യൻ രാഷ്ട്രപതിയായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തത്വചിന്തകനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ S രാധാകൃഷ്ണൻ. തത്വചിന്തകനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ S രാധാകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ആരാണ്? സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരി. കേരളത്തിൽ ഗവർണറാകുകയും പിന്നീട് രാഷ്ട്രപതിയാകുകയും ചെയ്ത വ്യക്തി VV ഗിരി. കേരളത്തിൽ ഗവർണറാകുകയും പിന്നീട് രാഷ്ട്രപതിയാകുകയും ചെയ്ത വ്യക്തി VV ഗിരി. നീലം
ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. ലോക്സഭാ സ്പീക്കറായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. ലോക്സഭ സ്പീക്കറായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡി. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി വി.ആർ. കൃഷ്ണയ്യർ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി വി.ആർ. കൃഷ്ണയ്യർ. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആർ വെങ്കിട്ടരാമൻ. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആർ വെങ്കിട്ടരാമൻ. കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ എത്രാമത്തെ വ്യക്തിയാണ്? 10ാമത്തെ. കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ എത്രാമത്തെ വ്യക്തിയാണ്? 10. എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ എത്രാമത്തെ വ്യക്തിയാണ്? 11. പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ എത്രാമത്തെ വ്യക്തിയാണ്? 12. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ എത്രാമത്തെ വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്? 14. ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ. ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി കെ ആർ നാരായണൻ. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ആരാണ്? കെ ആർ നാരായണൻ. കെ ആർ നാരായണൻ രാഷ്ട്രപതിയായിരുന്ന കാലഘട്ടം 1997-2002. കെ ആർ നാരായണൻ രാഷ്ട്രപതിയായിരുന്ന കാലഘട്ടം 1997 തൊട്ട് 2002 വരെ. ശാസ്ത്രജ്ഞനായ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനായ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ശ്രീ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചതാര്? ലക്ഷ്മി സൈഗാൾ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ശ്രീ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ആര്? ലക്ഷ്മി സൈഗാൾ. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം തമിഴ്നാട്. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം തമിഴ്നാട്. പ്രണബ് മുഖർജി ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? പശ്ചിമ ബംഗാൾ. പ്രണബ് മുഖർജി ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത വർഷം 2007. ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത വർഷം 2007. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് എത്ര കാലം ആ പദവി അലങ്കരിക്കാം? 6 മാസം. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് എത്ര കാലം ആ പദവി അലങ്കരിക്കാം? 6 മാസം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി 7 ലോക് കല്യാൺ മാർഗ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി 7 ലോക് കല്യാൺ മാർഗ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു.
അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് 1966 സോവിയറ്റ് യൂണിയൻ്റെ മധ്യസ്ഥതയിൽ. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് 1966 സോവിയറ്റ് യൂണിയൻ്റെ മധ്യസ്ഥതയിൽ. സിംല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ 1972. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 1966 താഷ്കന്റിൽ വെച്ച് മരണമടഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഒക്ടോബർ 2 ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിൽ 2 തവണ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ 2 തവണ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിലെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യ US ആണവ കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ മന്ത്രി പ്രണബ് കുമാർ മുഖർജി. ഇന്ദിരാഗാന്ധിയെ 1977 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് രാജ് നാരായൺ. ഇന്ദിരാഗാന്ധിയെ 1977 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് രാജ് നാരായൺ. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. റോളിംഗ് പ്ലാൻ എന്ന ആശയം നടപ്പാക്കിയ ഗവൺമെൻറ് ജനതാ ഗവൺമെൻറ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം നടപ്പാക്കിയ ഗവൺമെൻറ് ജനതാ ഗവൺമെൻറ്. ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറിയ വർഷം 1977. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. ദേശീയ കർഷക ദിനമായ ഡിസംബർ 23 ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗ്. ദേശീയ കർഷക ദിനമായ ഡിസംബർ 23 ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ശ്രീ പെരുംപുതൂർ. 1991 മെയ് 21 രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ശ്രീ പെരുംപുതൂർ. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ്. പാർലമെൻറ്റ് അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി PV നരസിംഹറാവു. പാർലമെൻറ്റ് അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി PV നരസിംഹറാവു. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? നരസിംഹറാവു. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? നരസിംഹറാവു. ഇന്ത്യയിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച ഗവൺമെൻറ് നരസിംഹറാവു ഗവൺമെൻറ്. ഇന്ത്യയിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച ഗവൺമെൻറ് നരസിംഹറാവു ഗവൺമെൻറ്.
ഇത് കേരള PSC മുൻകാല ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഭരണഘടന എന്ന വിഷയത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.